ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ ബയോഗ്ലോബ്. ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ചാനലുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി താഴെ വലതുഭാഗത്തെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. തേർഡ് സെം മൈക്രോബയോളജിയിലെ മെയിൻ പേപ്പറായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ആൻഡ് സാനിറ്റേഷൻ മൈക്രോബയോളജിയിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. നമുക്ക് ഏതൊക്കെയാണ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ നോക്കാം. ഫസ്റ്റ് ലെയർ ഇസ് നോൺ ആസ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവസ്റ്റ് ലെയർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ, അതായത് ഏറ്റവും താഴെ കാണുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 to 20 കിലോമീറ്റർ ഫ്രം ദ സീ ലെവൽ. സമുദ്ര ഉപരിതലത്തിൽ നിന്ന് 7 മുതൽ 20 കിലോമീറ്റർ വരെ മുകളിലായിട്ടാണ് ട്രോപ്പോസ്ഫിയർ കാണപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ഓവർ എന്നാണ് അർത്ഥം, അതായത് എയർ മിക്സിങ് നടക്കുന്ന ഭാഗം എന്നാണ് അർത്ഥം. അതായത് കോൺസ്റ്റൻ്റ്ലി മൂവിങ് ആയിട്ടുള്ളൊരു എയർ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നു? വെതർ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ വെതറും നടക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ അതിനെ എന്ത് പറയുന്നു? നമ്മൾ സോൺ ഓഫ് വെതർ എന്ന് പറയപ്പെടുന്നു. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഈസ് വാമസ്റ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ട്രോപ്പോസ്ഫിയർ നിയർ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിനോട് ചേർന്നിട്ട് ഏറ്റവും അടിഭാഗത്ത് എന്തായിരിക്കും? എയർ വളരെ ചൂട് കൂടുതലായിരിക്കും. മുകളിലോട്ട് പോകുന്നതോറും എയർ എന്തായിരിക്കും? തണുപ്പ് ഉണ്ടായിരിക്കും. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ദ ബൗണ്ടറി ബിറ്റ്വീൻ ട്രോപ്പോസ്ഫിയർ ആൻഡ് നെക്സ്റ്റ് അപ്പർ ലെയർ ഈസ് കോൾഡ് ട്രോപ്പോപോസ്. അതായത് ട്രോപ്പോപോസ് എന്നാണ് ഇതിൻ്റെ അതിർത്തിയെ അറിയപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെ ബൗണ്ടറി നമ്മൾ എന്ത് പറയുന്നു? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നു. നെക്സ്റ്റ് ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് സർഫസിൽ നിന്ന് 20 മുതൽ 50 കിലോമീറ്റർ വരെ മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ലോവർ സ്ട്രാറ്റോസ്ഫിയറിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും, ബട്ട് ബിയോണ്ട് ദർ ഈസ് എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അവിടെ എന്തായിരിക്കും? ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. താഴെ ടെമ്പറേച്ചർ എന്തായിരിക്കും? ലോവർ ആയിരിക്കും, പക്ഷേ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതിന് മുകളിലായിട്ട് എന്തുണ്ടായിരിക്കും? കുറച്ച് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇനി ട്രോപ്പോസ്ഫിയറിലെ പോലെ എന്തില്ല? എയർ മിക്സിങ്ങും ടർബുലൻസ് ഒന്നും ഈ ഭാഗത്ത് കാണപ്പെടുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് ഓസോൺ ഫോമിംഗ് ലെയർ നോൺ ആസ് ഓസോൺ ലെയർ. ഇവിടെയാണ് ഓസോൺ ലെയർ കാണപ്പെടുന്ന പാളി ഏതാ ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ലെയർ ഉള്ളത് കൊണ്ട് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടാൻ കാരണമാകുന്നുണ്ട്. ഇനി സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ബൗണ്ടറിയെ നമ്മൾ അറിയപ്പെടുന്നത് ഏതാണ്? സ്ട്രാറ്റോപോസ്. നെക്സ്റ്റ് ലെയറിൻ്റെയും സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഇടയിലുള്ള ബൗണ്ടറിയെ നമ്മൾ എന്ത് പറയുന്നു? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നു. ഇനി അടുത്ത് മീസോസ്ഫിയർ. മീസോസ്ഫിയറിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 to 80 കിലോമീറ്റർ ഓൺ ദ എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ കാണപ്പെടുന്നത്. മീസോസ്ഫിയറിൻ്റെ അർത്ഥം മിഡിൽ ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. എന്ന് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലെയർ വിത്ത് ഹോമോജീനസ് എയർ. ഹോമോജീനസ് ആയിട്ടുള്ള എയർ ഉള്ള അവസാന ഭാഗമാണ് മീസോസ്ഫിയർ എന്ന് പറയുക. ഇവിടുത്തെ ചീഫ് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആൻഡ് നൈട്രജൻ ആയിരിക്കും. Then most of the meteors are vaporized in the mesosphere and causing the layer to have a high concentration of iron and other metals. ഇവിടെ അയേൺസിൻ്റെയും മെറ്റൽസിൻ്റെയും കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദ മോസ്റ്റ് മെറ്റിയോസ് ആർ വേപ്പറൈസ് ഫ്രം ദിസ് മീസോസ്ഫിയർ. ഇനി മീസോസ്ഫിയറിൻ്റെയും നെക്സ്റ്റ് അപ്പർ ലെയറിൻ്റെയും തമ്മിലുള്ള ബൗണ്ടറിയെ നമ്മൾ എന്ത് പറയുന്നു? മീസോപോസ് എന്ന് പറയുന്നു. ഇനി അടുത്താണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈങ് ബിയോണ്ട് ദ മീസോസ്ഫിയർ. മീസോസ്ഫിയറിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗമാണ് തെർമോസ്ഫിയർ. അതായത് 80 to 100 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 80 മുതൽ 100 കിലോമീറ്റർ വരെ മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. എന്ന് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെട്രോജീനസ് ലെയർ ആയിരിക്കും, ഹെട്രോജീനസ് എയർ ആയിരിക്കും. ഹൈഡ്രജൻ ആൻഡ് ഹീലിയത്തിൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഹെട്രോജീനസ് ആയിട്ടുള്ള എയർ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഇനി ആക്ച്വൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വളരെ ചൂട് കൂടുതലാവുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജനും ഓക്സിജനും എന്ത് ചെയ്യുന്നു? അബ്സോർബ് എ ലോട്ട് ഓഫ് റേഡിയേഷൻ ഫ്രം ദ സർഫസ്. സർഫസിൽ നിന്ന് സ്പേസിൽ നിന്ന് റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവരത് ഹീറ്റാക്കി കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ വളരെ ചൂട് കൂടുതലായിരിക്കും. 2000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാവാം.
The boundary between the thermosphere and exosphere is known as thermopause. Thermopause ആണ് തെർമോസ്ഫിയറിൻ്റെ ബൗണ്ടറി അറിയപ്പെടുന്നത്. ഇനി ലോവർ തെർമോസ്ഫിയറിനെ പറയുന്ന പേരാണ് അയണോസ്ഫിയർ. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 to 550 കിലോമീറ്റർ എബവ് ദ എർത്ത് സർഫസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 80 മുതൽ 550 കിലോമീറ്റർ വരെ മുകളിലായിട്ടാണ് ലോവർ തെർമോസ്ഫിയർ കാണപ്പെടുന്നത്. നൈട്രജനും ഓക്സിജനുമാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ നൈട്രജനും ഓക്സിജനും എന്ത് ചെയ്യുന്നു? അയണോസ്ഫിയറിലുള്ള നൈട്രജനും ഓക്സിജനും റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട്, സണ്ണിൽ നിന്ന് റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് അവിടെ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അയണോസ്ഫിയർ എന്ന് പറയണത്. ഈ റേഡിയോ വേവ്സ് ട്രാൻസ്മിഷന് ഈ അയണോസ്ഫിയറിലെ അയോൺസ് വളരെയധികം പ്രാധാന്യമുണ്ട്. ദ റിഫ്ലക്ട് AM റേഡിയോ വേവ്സ്. ഓക്കെ അല്ലേ? എന്ന് മാത്രമല്ല ലോങ് ഡിസ്റ്റൻസിലോട്ട് മെസ്സേജ് അയക്കാനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? അയണോസ്ഫിയറിലെ കണങ്ങൾ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, അയണോസ്ഫിയറിൽ കാണപ്പെടുന്ന 3 ഡിസ്റ്റിങ്ക്ട് ലെയേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 3 ലെയറാണ് കാണപ്പെടുന്നത്: D ലെയർ, E ലെയർ ആൻഡ് F ലെയർ. D ലെയർ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ലെയർ കണ്ടെയ്നിങ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് അയോൺസ്. വളരെ കുറഞ്ഞ അയോൺസ് മാത്രം കാണപ്പെടുന്നതാണ് D ലെയർ. ഈ ലെയർ നമ്മൾ പറയപ്പെടുന്നത് കെന്നല്ലി ഹേവ്സൈഡ് ലെയർ ആണ്. ഹയർ കോൺസെൻട്രേഷൻ ഓഫ് അയൺസ് അവിടെ ഉണ്ടായിരിക്കും. ഈ ലെയർ കെന്നല്ലി ഹേവ്സൈഡ് ലെയർ എന്നാണ് പറയപ്പെടുന്നത്. അത് കെന്നല്ലി ഹേവ്സൈഡ് 2 സയൻറ്റിസ്റ്റാണ് ഈ ലെയറിനെ കണ്ടുപിടിച്ചത്. കാരണം അവർ റേഡിയേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തതാണ്. എഫ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾട്ടൺ ലെയർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് എഫ് ലെയറിലുള്ള റേഡിയേഷൻ്റെ പ്രാധാന്യം കണ്ടുപിടിച്ചതിന് ആപ്പിൾട്ടൺ എന്ന് പറഞ്ഞ ആൾക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 3 ലെയറാണ്: D, E ആൻഡ് F. ഇനി അടുത്തത്, ഡേ ടൈമിൽ ഉണ്ടാകുന്ന അയണൈസേഷൻ കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് കോസസ് ദ അബ്സോർപ്ഷൻ ഓഫ് റേഡിയോ വേവ്സ് ഇൻസ്റ്റെഡ് ഓഫ് റിഫ്ലക്റ്റിംഗ് മോസ്റ്റ് ഓഫ് ദം ബാക്ക് ടു ദ സർഫസ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? പകൽ സമയത്ത് എന്തുണ്ടാവുന്നു? അയണൈസേഷൻ കൂടാൻ കാരണമാകുന്നു. അപ്പോൾ റേഡിയോ വേവ്സിനെ അബ്സോർപ്ഷൻ ചെയ്യാൻ കാരണമാകുന്നു. അപ്പോൾ എന്തുണ്ടാവുക? അത് മോസ്റ്റ് ഓഫ് ദം ആർ റിഫ്ലക്റ്റിംഗ് ബാക്ക് ടു ദ സർഫസ്. അത് ഭൂമിയുടെ ഉപരിതലത്തിലോട്ട് വരാൻ കാരണമാകുന്നു. ഈ രാത്രി സമയങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ അയൺ കോൺസെൻട്രേഷൻ അറ്റ് ദ D ലെയർ ഫാൾസ്. D ലെയറിലുള്ള അയൺ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ റീകോമ്പിനേഷൻ ഓഫ് ആറ്റംസ്. അപ്പോൾ എന്തുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ E ആൻഡ് F ലെയർ ഇമ്പോർട്ടൻറ്റ് ഫോർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ അറ്റ് നൈറ്റ് ടൈം. രാത്രി കാലങ്ങളിൽ പിന്നെ EF ലെയറിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ നടത്താൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി എന്താ പ്രത്യേകത വെച്ചാൽ നമ്മൾ രാത്രി റേഡിയോ കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? അതായത് ബ്രോഡ്കാസ്റ്റിംഗ്, ദൂര സ്ഥലങ്ങളിൽ നിന്ന് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഈവൺ എബ്രോഡ്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രോഡ്കാസ്റ്റിങ്ങുകളൊക്കെ നമ്മൾ സുഖമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് അബ്സോർബിങ് അയോൺസ് ഇൻ ദ ഈവനിങ്സിലുള്ള അയോൺസിൻ്റെ അബ്സോർപ്ഷൻ കൂടുന്നത് അല്ലെങ്കിൽ ഇല്ലാണ്ടാവുന്നത് കൊണ്ട്. അതായത് ഈവനിങ്ങിൽ എന്തായിരിക്കും? അയോൺസിൻ്റെ അബ്സോർപ്ഷൻ എന്തായിരിക്കും? ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോങ് റീജിയൻസ് എന്നുള്ള ടെലികാസ്റ്റിംഗ് ഒക്കെ വളരെ അടിപൊളിയായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.